ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കും. നിലയ്ക്കലിൽ ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ഭക്തർക്ക് കുടിവെള്ളം പോലും ലഭിച്ചില്ലെന്നാണ് പരാതി. ലഘുഭക്ഷണമോ ബിസ്ക്കറ്റോ ലഭിക്കാതെ ഭക്തർ വലഞ്ഞു. നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. വലിയ രീതിയിൽ ഭക്തരുടെ ഒരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടിരുന്നു. ഇതുവരെ ഈ നട തുറന്നതിന് ശേഷം 2ാം ദിവസം അവസാനിക്കാനുള്ള മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. 1.5 ദിവസം പിന്നിട്ടിരിക്കുന്നു. നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. അപ്പോൾ അത്രത്തോളം ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതോടൊപ്പം ചില നിയന്ത്രണങ്ങൾ ഇനിയും പുതിയ നിയന്ത്രണങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ അടക്കം എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു. ആ തീരുമാനങ്ങളൊക്കെ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ നടപടികളിലേക്കൊക്കെ തന്നെ അധികൃതരും കടക്കുമെന്നുള്ളതും കൂടിയാണ്. എന്തായാലും ഏറെ മണിക്കൂറുകൾ ഭക്തർ ഈ ക്യൂവിൽ നിന്ന് കുടിവെള്ളം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ തരത്തിൽ ചില പരാതികൾ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതോടൊപ്പം കുഴഞ്ഞു വീണ് മരിച്ച ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി. ഏറെ വിഷമകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി. എന്തായാലും ഒരു തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഡി ബിനോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, തിരക്കിപ്പോൾ നിയന്ത്രണ വിധേയമായി, പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് പറയാനാകില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു തിരക്ക് ഇതേപോലെ തന്നെ ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ട സ്വീകരിക്കാനൊരുങ്ങുന്ന പുതിയ നടപടികൾ എങ്ങനെയൊക്കെയാണ് ബിനോയ്? ശബരിമല സന്നിധാനത്തും അതുപോലെ തന്നെ തിരുമുറ്റത്തും വലിയ നടപ്പന്തലിലും മാത്രമാണ് തിരക്ക് ഒഴിവായിട്ടുള്ളത്. അതേസമയം ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകരെ ചെറിയ ചെറിയ സംഘങ്ങളായി മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ തിരക്ക് കുറച്ചിരിക്കുന്നത്. അതായത് സന്നിധാനത്ത് തങ്ങുന്ന തീർത്ഥാടകരിൽ പരമാവധി ആളുകൾക്ക് ദർശനം നടത്തി ഉടൻ തന്നെ പമ്പയിലേക്ക് കടത്തിവിടുക, അതിനുശേഷം പുതുതായി വരുന്ന തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുക. ഈ ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ നടപ്പന്തലിനുള്ളിലും ഒപ്പം തന്നെ തിരുമുറ്റത്തും ഉണ്ടായിരുന്ന തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണിക്ക് ശേഷം വന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇപ്പോൾ എരുമേലിക്കും കണമലയ്ക്കും ഇടയിൽ പല സ്ഥലങ്ങളിലായി തടഞ്ഞിട്ടിട്ടുണ്ട്. ചിലത് എരുമേലിയിൽ നിന്ന് വാഹനങ്ങൾ വിട്ടിട്ടില്ല. നിലയ്ക്കലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിലായി തടഞ്ഞിട്ടിരിക്കുകയാണ്. അത്തരത്തിൽ വാഹനങ്ങൾ വരുന്ന തീർത്ഥാടകരെ പല മേഖലകളിലായി തടഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിൽ പമ്പയിൽ തിരക്ക് നിയന്ത്രിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര നേരം ഈ തിരക്ക് ഇങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. കാരണം തീർത്ഥാടകരിൽ പലരും ഈ ബസ്സുകളിലൊക്കെ വരുന്നവരൊക്കെ തന്നെ വനത്തിനുള്ളിലായതുകൊണ്ട് ഇവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭ്യമാകുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതേസമയം ഇന്ന് രാവിലെ 10 മുതൽ 12 മണിക്കൂർ വരെയാണ് തീർത്ഥാടകർ ഈ പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള സമയത്ത് പല സ്ഥലങ്ങളിലായി ക്യൂ നിന്നത്. സാധാരണഗതിയിൽ ഈ വൃശ്ചികം 1-ന് 2-ന് വന്നും ഇത്രയധികം തിരക്കുണ്ടാവുന്ന പതിവില്ല. ഇപ്പോൾ അധികൃതർ പറയുന്നത് 70,000 പേർ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തു. ഒപ്പം അത്രയധികം പേർ തന്നെ സാധാരണ സ്പോട്ട് ബുക്കിംഗ് വഴിയും ബുക്ക് ചെയ്തിരുന്നു. ഇവരുടെ സമയക്രമങ്ങൾ തെറ്റിയത് മൂലമാണ് ഇത്തരത്തിലൊരു തിരക്ക് ഉണ്ടായത്. ആ തിരക്ക് പല സ്ഥലങ്ങളിലും നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വീഴ്ചകളുണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതേസമയം തീർത്ഥാടകർ പറയുന്നത് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു. കുടിവെള്ളം പോലും കിട്ടാതെ കുഞ്ഞു കുട്ടികളുമായി മാളികപ്പുറങ്ങളുമായി ഏകദേശം മണിക്കൂറുകളോളം തന്നെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ കാത്തുനിന്ന് ബുദ്ധിമുട്ടിയാണ് ദർശനത്തിനെത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും പാഴയത്. തീർത്ഥാടകർ 18-ാം പടിക്ക് ചുറ്റും വലിയ തരത്തിൽ തിട്ടും തിരക്കും ഉണ്ടാക്കി. ഒരു പക്ഷേ അത് വലിയ തരത്തിൽ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പിന്നീട് ഉച്ചപൂജയ്ക്ക് 2 മണിക്ക് നടയടച്ചതിന് ശേഷം തീർത്ഥാടകരെ കൂടുതൽ സന്നിധാനത്തേക്ക് കയറ്റിവിട്ട് പടിചവിട്ടി കയറ്റിവിട്ട് വടക്കേ നടപ്പന്തലിലേക്ക് മാറ്റിയതിനു ശേഷമാണ് തിരക്കൽപ്പം ഒന്ന് കുറച്ചത്. നിലവിൽ ഇപ്പോഴും പമ്പയിലും നിലയ്ക്കലും ഒക്കെ തീർത്ഥാടകർ മല ചവിട്ടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു.
വെക്കുകയാണ്. ശബരിമല സന്നിധാനത്ത് തിരക്കൊഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുക. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മുൻ IAS ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തിരക്ക് ഭയാനകമായി ഉയർന്നിരിക്കുന്നു. ഇത് എന്താണ് പാളിച്ചകൾ സംഭവിച്ചത് എന്ന് പരിശോധിക്കും. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്രസേനാ അംഗങ്ങളെ എത്തിക്കുമായിരുന്നു. ഇത്തവണ തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് കേന്ദ്രസേനാ അംഗങ്ങളെ ശബരിമലയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. അതിനാൽ കേന്ദ്രസേനാ അംഗങ്ങൾ എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം വലിയ തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ എത്തുന്നത് RAF-ഉം ഒപ്പം NDRF-ഉമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള തിക്കും തിരക്കും ഉണ്ടായാൽ NDRF-ന്റെ സേവനമുണ്ടാവും. ഒപ്പം അവർ തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ കേരള പോലീസ് മാത്രമാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ളത്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരെ ക്യൂ കോംപ്ലക്സ്, അതായത് മരക്കൂട്ടം മുതൽ ശരംകുത്തി വരെ എത്തി വലിയ നിർബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ക്യൂ കോംപ്ലക്സ് വഴി തീർത്ഥാടകരെ കയറ്റിവിടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർത്ഥാടകർക്ക് ക്യൂ കോംപ്ലക്സുകൾ വിശ്രമിച്ച് വെള്ളവും ലഘുഭക്ഷണങ്ങളും കഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതുവഴി തിരക്ക് നിയന്ത്രിക്കാൻ കഴിയും. കുട്ടികൾക്ക് വിശ്രമിക്കാനുള്ള അവസരം ലഭ്യമാകും. അങ്ങനെ പുതിയൊരു രീതി കൂടി ഇപ്പോൾ ആലോചിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി തിരക്ക് കൂടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിലവിൽ വാഹനങ്ങൾ വനമേഖലയിൽ തടഞ്ഞു നിർത്തി ആണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രിച്ചിരിക്കുന്നത്. അല്പസമയത്തുള്ള തീർത്ഥാടകരെ നിലയ്ക്കലിലേക്ക് കടത്തിവിട്ടു തുടങ്ങും. പിന്നീട് അവർ പമ്പയിൽ എത്താൻ തുടങ്ങുന്നതോടെ തന്നെ വീണ്ടും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. കാളിദാസ്. ശരി, D. ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്, ഒരു സങ്കടകരമായ വാർത്തയിലേക്കാണ് പോകേണ്ടി വരുന്നത്.